അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാതെ ഇല്ലേ, വെറുതെ ഒരു ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത് എന്തിനാണ്? മോഡേൺ മെഡിസിൻകാരും ആയുർവേദക്കാരും ഹോമിയോക്കാരും യോഗയും നാച്ചുറോപ്പതിയും സിദ്ധയും മർമ്മയും ഈ ഫങ്ഷണൽ മെഡിസിൻ ന്യൂട്രീഷൻ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അവൻ പറയുന്നത് ശരിയല്ല, ഇവൻ പറയുന്നത് ശരിയല്ല, ഞാൻ പറഞ്ഞാൽ മാത്രം ശരി, മറ്റവരൊക്കെ തെറ്റ് എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വി ആർ വേസ്റ്റിംഗ് ആ ടൈം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഓപ്പൺനെസ് വരികയും എല്ലാത്തിനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും ആസ്വദിക്കാനും സ്നേഹിക്കാനും ഉള്ളൊരു കൾച്ചർ നമ്മൾ കൊണ്ടുവരണം അല്ലേ? അതല്ലേ സംസ്കാരം. മറ്റ് വ്യത്യസ്തതകളെ നമ്മൾ ബഹുമാനിക്കാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും ഉള്ള എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കൾച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മാക്സിമൈസ് ചെയ്യണം ഇനിയെങ്കിലും. കാരണം ഇതൊക്കെ നമുക്ക് അറിവുണ്ട്. ആ അറിവ് കൊണ്ട് നമുക്ക് കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ഇരിക്കാതെ അത് കണ്ടംപ്ലേറ്റ് ചെയ്ത് അതിലുള്ള തിരിച്ചറിവുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അറിവിനേക്കാളും പ്രധാനമാണ് തിരിച്ചറിവ്. അപ്പോൾ നമുക്ക് ലേണിംഗ്, പിന്നെ അത് കഴിഞ്ഞാൽ അൺലേണിംഗ്, പിന്നെ റീലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്.